ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ഏകദൈവമേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൂതരും സർവ സൃഷ്ടികളും വാഴ്ത്തും ഏകദൈവമേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം യേശുവേ. സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. സ്തോത്രം സ്തോത്രം യേശുവേ. സ്തോത്രത്തിനെന്നും യോഗ്യനേ. സകല നാവും പാടുന്നു ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ദൈവം പരിശുദ്ധൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം.
ദൈവത്തിൻ്റെ വചനവുമായിട്ട് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിൽക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും ദൈവം എനിക്ക് തന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. യൗവനപ്രായത്തിൽ തന്നെ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നുവെങ്കിലും ദൈവത്തിന് എന്നെ ആവശ്യമുള്ളതുകൊണ്ട്, ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട്, കരുതിയതുകൊണ്ട്, എൻ്റെ കുടുംബത്തെ ഓർത്തതുകൊണ്ട് അവൻ എന്നോട് കരുണ ചെയ്ത് ആയുസ് നീട്ടി തന്നു. ഒരു കാലത്തും ഇങ്ങനെ ഈ വേദോസ്തവമായിട്ട് ദൈവത്തിൻ്റെ വചനം പറയുമെന്ന് ഒരിക്കലും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ പോലും അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കാരണം അത് അസാധ്യമാണെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെയൊരു വിളി എൻ്റെ മേലുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിരുന്നുമില്ല. ഭാഗ്യവശാൽ ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഈ ശുശ്രൂഷ ദൈവസേനയിൽ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ വചനത്തിനായിട്ട് എസ്തേറിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. ഒരു യൗവനക്കാരത്തി പെൺകുട്ടി എടുത്ത ഒരു കടുത്ത തീരുമാനമാണ്. സ്വന്തം ജീവൻ പോലും ത്രിവൽഗണിച്ചുകൊണ്ട് എടുത്തൊരു തീരുമാനം. നമുക്കറിയാം, പഴയ നിയമത്തിൽ 2 യൗവനക്കാർത്തികളുടെ പേരിൽ ഈ പുസ്തകമുണ്ട്. 1 രൂത്ത്, 2 എസ്തേർ. ഇവർ രണ്ടും തിളങ്ങുന്ന കഥാപാത്രം തന്നെയാണ്. സമർപ്പണം എടുത്ത ഒരു ദൈവവേദനയിലെ സമർപ്പണം ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ ഇവരുടെ തീരുമാനങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കോരിത്തരിച്ചു പോകും ഈ യൗവനക്കാർത്തി പെൺകുട്ടി എടുത്ത തീരുമാനം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മാവുണ്ട്. മൊർദെഖായി എന്ന് പറയുന്ന ഒരു യഹൂദനായ ദൈവഭക്തനായ പുരുഷന് ആ രാജസേനയിലുണ്ടായിരുന്നു. അതും ഒരു മുഖാന്തരമാണ്. നമുക്കറിയാം, എസ്തേറിൻ്റെ പുസ്തകത്തിൽ ഒരിടത്തും ദൈവമെന്നോ പ്രാർത്ഥനയെന്നോ ആരാധനയെന്നോ യാഗമെന്നോ സമർപ്പണമെന്നോ ഒന്നും ഈ പുസ്തകത്തിലില്ല. അതൊരു തികച്ചും വ്യത്യസ്തമായൊരു പുസ്തകമാണ്. ദൈവത്തെക്കുറിച്ചോ പ്രാർത്ഥനയെക്കുറിച്ചോ യാഗത്തെക്കുറിച്ചോ സമർപ്പണത്തെക്കുറിച്ചോ ഒന്നും നാം ഇവിടെ കാണുന്നില്ല. ഒരു നോവൽ പോലെ വായിക്കാമെന്നുണ്ടെങ്കിലും ആത്മീയന് വേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ കാര്യങ്ങൾ ഈ പുസ്തകത്തിനകത്തുണ്ട്. ഏതാണ്ട് BC 460 നടക്കുന്ന ഒരു ചരിത്ര സംഭവമാണിത്. മേദ്യ പാർസി ഭരണകാലത്ത് ഏറ്റവും പ്രഗത്ഭനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു, അഹശ്വേരോസ് രാജാവ്. 120 സംസ്ഥാനങ്ങൾ ഉള്ള ഇന്ത്യ മുതൽ എത്യോപ്യ വരെ നീളുന്ന വലിയൊരു സാമ്രാജ്യവും ശക്തനുമായിരുന്നു അഹശ്വേരോസ്. ഒരു നല്ല രാജാവായിരുന്നു. ദൈവം ഈ രാജാവിനെ ദൈവമക്കൾക്ക് അനുകൂലമാക്കി തീർത്ത ഒരു സംഭവമൊക്കെ ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, യഹൂദ ജനം പലപ്പോഴായി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ദൈവത്തെ വേദനിപ്പിച്ച് ജീവിക്കുമ്പോൾ പുറജാതി രാജാക്കന്മാർ വന്ന് ഈ ദൈവജനത്തെ കീഴടക്കി ഭരണം ഏറ്റെടുക്കാറുണ്ട്. അങ്ങനെ മേദ്യ പാർസി ഭരണകാലത്താണ് ഈ സംഭവം നടക്കുന്നത്. ജനം അടിമകളെപ്പോലെ കഴിയുന്ന ഒരു കാലം. ദൈവജനത്തിൻ്റെ സ്വാതന്ത്ര്യമെല്ലാം പോയി ദൈവജനം സങ്കടത്തോടെ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ ദൈവം എങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട ജനത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത കാര്യം എന്താണെന്നാണ് അവിടെ വിശദീകരിക്കുന്നത് മുഴുവനും. ഈ രാജാവിൻ്റെ കാലത്ത് അവിടെ എപ്പോഴും വലിയ സദ്യകളും മദ്യവിതരണവും, രാജാവല്ലേ എന്തും ചെയ്യാമല്ലോ. അങ്ങനെ ഒരു വലിയൊരു സൽക്കാരം നടക്കുന്ന സമയത്ത് മദ്യത്തിൻ്റെ ലഹരിയിൽ ഈ രാജാവ് തൻ്റെ പ്രഭുക്കന്മാരെയും തൻ്റെ വിശിഷ്ടാദികളെയും വിളിച്ച് സൽക്കരിക്കുന്ന സമയത്ത് തൻ്റെ രാജ്ഞിയായ വസ്തി രാജ്ഞിയെ സകല ആഡംബരത്തോടും കൂടി ഈ വിരുന്നിന് വന്നവരുടെ മുമ്പിൽ കാണിക്കാനായിട്ട് കൽപ്പന ഇട്ടു. മദ്യലഹരിയിൽ കൂത്താടിയിരിക്കുന്ന ജനത്തിൻ്റെ മുമ്പിൽ വസ്തി രാജ്ഞി ചെന്ന് പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത് അവർക്കൊട്ടും ഇഷ്ടപ്പെട്ടില്ല. രാജാവിൻ്റെ ആ ആജ്ഞ നിരസിച്ച് വസ്തി അങ്ങോട്ട് പോയില്ല. രാജാവിന് കൂടെയുള്ളവർക്കും കോപം വന്നിട്ട് ഈ വസ്തി രാജ്ഞിയെ രാജ്യസ്ഥാനത്തുനിന്ന് മാറ്റി. സങ്കടകരമാണ്. ആഭാസന്മാരുടെ മുമ്പിൽ തൻ്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ ആ രാജ്ഞി ഒരിക്കലും ആഗ്രഹിച്ചില്ല. പക്ഷേ അന്നത്തെ രാജാവിൻ്റെ ഭരണകാലമല്ലേ, രാജ്ഞിയെ
ആ രാജസ്ഥാനത്തുനിന്ന് മാറ്റി. അതിന് പകരം സുന്ദരിയായ പെൺകുട്ടിയെ തിരഞ്ഞെടുക്കാനുള്ള ശ്രമമാണ് പിന്നെ നടന്നത്. ആ കാലത്താണ് മൊർദെഖായി എന്ന് പറയുന്ന ഒരു യഹൂദൻ, ദൈവ ഭയമുള്ള ദൈവവിശ്വാസിയുള്ള ആ മൊർദെഖായി രാജാവിൻ്റെ അരമനയിൽ പാർത്തിരുന്നു. ആ മൊർദെഖായിയുടെ ചിറ്റപ്പൻ്റെ മകളാണ് എസ്തേർ എന്ന് പറയുന്ന നമ്മുടെ കഥാപാത്രം. ചെറുപ്പത്തിൽ തന്നെ അപ്പനും അമ്മയും മരിച്ചു പോയതുകൊണ്ട് ഈ മൊർദെഖായിയാണ് ഈ എസ്തേറിനെ വളർത്തിയത്. അവളെക്കുറിച്ച് പറയുന്നത് അവൾ രൂപവതിയും സുമുഖിയുമായിരുന്നു, സുന്ദരിയായിരുന്നു. അവളുടെ സൗന്ദര്യം കൊണ്ടാണ് കൊട്ടാരത്തിലെ ഭൃത്യന്മാർ ഇവളെ കണ്ടുപിടിക്കുകയും രാജാവിൻ്റെ അരമനയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. രാജ്ഞിയാക്കാൻ വേണ്ടി നാളുകളെടുത്തുള്ള ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയൊക്കെ അന്നത്തെ കാലത്ത് അവിടെയുണ്ട്. അങ്ങനെ അരമനയിലേക്ക് കൊണ്ടുപോയ കാലത്താണ് വേറൊരു സംഭവം നടക്കുന്നത്. രാജാവിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഹാമാൻ എന്ന് പറയുന്ന ദുഷ്ടനായൊരു മനുഷ്യൻ, രാജാവ് ഈ ഹാമാനെ ഉന്നത പദവി കൊടുത്തു. ഉന്നത പദവി കൊടുത്തപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, ആ ഉന്നത പദവിയെ മൊർദെഖായി വേണ്ട രീതിയിൽ മാനിച്ചില്ല. അതായത് ഈ ഹാമാൻ വരുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിലം വരെ കുമ്പിട്ട് അവനെ വണങ്ങണം എന്നുള്ള ഒരു കൽപ്പന ഉണ്ടായിരുന്നു. മൊർദെഖായി ഒരിക്കലും അതനുസരിച്ചില്ല. ഈ ഹാമാന് മൊർദെഖായിയോട് വൈരാഗ്യം കൂടി. ഈ മൊർദെഖായി യഹൂദനാണെന്നറിയാം. അന്ന് മുതൽ ഒരു തീരുമാനം എടുത്തു, ഈ യഹൂദ ജനത്തെ മുഴുവൻ നശിപ്പിക്കണം. മൊർദെഖായിയുള്ള ദേഷ്യം കൊണ്ടാണ്. അവൻ തക്കം നോക്കി രാജാവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ഈ ജനം രാജാവിന് എതിരാണെന്നും രാജാവിനെ മാനിക്കുന്നില്ലെന്നും രാജാവിനെതിരായിട്ട് ഇവർ തിരിയുമെന്നൊക്കെ പറഞ്ഞ് രാജാവിനെ വശീകരിച്ചുകൊണ്ട് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു, ഈ യഹൂദ ജനങ്ങളെ മുഴുവൻ നശിപ്പിക്കണമെന്ന്. അന്നേരമാണ് നമ്മുടെ മൊർദെഖായി സങ്കടത്തോട് രട്ടെടുത്തുകൊണ്ട്, രട്ടെടുത്തൊരിക്കലും രാജസന്നിധിയിൽ ആർക്കും നിൽക്കാൻ പറ്റത്തില്ല, കൊട്ടാരത്തിന് വെളിയിൽ രട്ടെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്താണ് മൊർദെഖായി ഈ എസ്തേറിനോട് പറയുന്നു, നീ കൊട്ടാരത്തിലെത്തിയല്ലോ, നല്ല കാലം. നീ യഹൂദജനത്തിന് വേണ്ടി നീ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് പറയണം, ഈ കൽപ്പന മാറ്റി എഴുതണമെന്ന്. എസ്തേർ പറഞ്ഞു, പ്രയാസമുള്ള കാര്യമാണ്. രാജാവിൻ്റെ അനുവാദം കൂടാതെ ഒരു മനുഷ്യർക്കും രാജാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റില്ല. അനുവാദം കൂടാതെ ചെന്നാൽ ആ ചെങ്കോൽ മുന്നോട്ട് നീട്ടുന്നില്ലെങ്കിൽ അവളെ കൊന്നുകളയും. പക്ഷേ മൊർദെഖായി പറഞ്ഞു, ഇതിനായിട്ടല്ലോ നിന്നെ ഈ രാജസന്നിധിയിലേക്ക് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞാൽ, ദൈവം നിനക്ക് സൗന്ദര്യം തന്നതും നിന്നെ രാജസന്നിധിയിലേക്ക് കൊണ്ടുപോയതെല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാര്യപരിപാടിയാണ്. നിൻ്റെ സൗന്ദര്യത്തിൽ നീ മതിമറന്നു പോയാൽ രക്ഷ യഹൂദന് വേറൊരു സ്ഥലത്ത് നിന്ന് വരും, നീയും നിൻ്റെ കുടുംബവും നശിക്കും. അപ്പോൾ എസ്തേറിൻ്റെ കാര്യം മനസ്സിലായി. എസ്തേർ പറഞ്ഞു, ശരി, ഞാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഇരിക്കാം. യഹൂദന്മാരെ മുഴുവനും വിളിച്ചിട്ട് അവരോട് പറയണം, അവരും പ്രാർത്ഥിക്കട്ടെ. രാജാവിൻ്റെ അനുവാദമില്ലെങ്കിലും ഞാൻ റിസ്ക് എടുത്ത് രാജസന്നിധിയിലേക്ക് ചെന്ന് ഈ കാര്യം സാധിക്കാമെന്ന് നോക്കാം. അതാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ഈ എസ്തേർ യഹൂദ സ്ത്രീയാണ്. എസ്തേർ മൊർദെഖായി പറയുന്ന പോലെ തന്നെ കേൾക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവൾ രാജ്ഞി ആയെങ്കിലും അന്നത്തെ കാലത്തെ അവൾ പതിവെന്നാന്ന് ചോദിച്ചാൽ രാജാവിൻ്റെ അനുവാദം കൂടാതെ ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. അപ്പം രാജ്ഞി തന്നെ പറയുന്നുണ്ട്, ഒരു മാസത്തേക്ക് രാജാവിനെ അങ്ങോട്ട് വിളിച്ചിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ ചെല്ലും? മൊർദെഖായി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അന്നേരം പറഞ്ഞു, നീ ഈ സമയത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ നിനക്കും നിൻ്റെ കുടുംബത്തിനും നഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു. ഏതായാലും എസ്തേർ ആ വാക്കനുസരിച്ചു. എന്നിട്ട് പറയുന്നതാണ്, ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ, നിയമപ്രകാരമല്ലെങ്കിലും ഞാൻ രാജസന്നിധിയിൽ ചെല്ലും. ജീവൻ വെച്ചുള്ള ഒരു വലിയ തീരുമാനം. പ്രിയപ്പെട്ടവരെ, ഈ തീരുമാനമാണ് എന്നെ ഈ ഒരു കാര്യത്തിലേക്ക് നിർബന്ധിക്കാനിടയായത്. അവൾക്ക് രാജ്ഞിയായിട്ട് അവിടെ കഴിയാമായിരുന്നു, അവൾക്ക് ഒരു കുഴപ്പവും വരില്ല, രാജ്ഞിയല്ലേ. എന്നാൽ മൊർദെഖായി പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, വലിയൊരു കൂട്ടം ജനം നശിക്കാൻ പോവുകയാണ്, ദൈവത്തിൻ്റെ ജനമാണ്. അവരിപ്പോൾ അടിമപ്പാടലാണ്, ശരിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ജനത്തെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിനക്ക് മാത്രമേ കഴിയുള്ളൂ. നീ അത് മനസ്സിലാക്കണം. നിൻ്റെ കഴിവ് ദൈവം നിന്നിൽ കൂടെ പ്രവർത്തിക്കാൻ നീ വിട്ടുകൊടുത്താൽ മാത്രം മതി, ദൈവം പ്രവർത്തിച്ചോളൂ.
നീ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ അനുവാദമില്ലെങ്കിലും രാജാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുക, ബാക്കി ദൈവം നോക്കിക്കൊള്ളും. ദൈവത്തിന് സ്തോത്രം. അനേകരെ സമർപ്പണം എടുക്കാൻ പേടിക്കുന്നവരാ. എന്നോടൊരാൾ പറഞ്ഞു, ഞാൻ വലിയ സമർപ്പണം എടുക്കില്ല, കാരണം എടുത്താൽ എനിക്ക് ഭയങ്കര പേടിയാണ്. അനേക പ്രശ്നങ്ങൾ വരും, കഷ്ടതകൾ വരും, പരീക്ഷകൾ വരും, എനിക്ക് നിൽക്കാൻ പറ്റില്ല. എന്തു പറയും പ്രിയപ്പെട്ടവർ? ഇവിടെ മൊർദെഖായി പറയുന്നു, നീ എന്നെ ഏൽപ്പിച്ചൊരു കാര്യമുണ്ട്, നിനക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. നീ രാജ്ഞിയാണ്, നിനക്കൊരു സ്വാധീനമുണ്ട്. നീ രാജാവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് ഈ യഹൂദന്മാർക്ക് വിരോധമായി നശിപ്പിക്കാനുള്ള കൽപ്പന നീ മാറ്റിയെടുത്തേ പറ്റുള്ളൂ. അത് നിന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലിയാണ്. ആ ജോലി നീ വിശ്വസത്തോടെ ചെയ്തേ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു മൊർദെഖായി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഓരോ മനുഷ്യരിലും ഈ പരിശുദ്ധാത്മാവ് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ശുദ്ധീകരണത്തിനാണെങ്കിലും ശരി, ദൈവവേലയ്ക്കാണെങ്കിലും ശരി, ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിക്കും. നമുക്ക് സ്വയമേ ആ തീരുമാനം എടുക്കാൻ പറ്റില്ല. പേടിയാണ്, ഭയമാണ്. നാളെ എന്ത് സംഭവിക്കുന്നുള്ള പേടി കൊണ്ടാണ് ഈ എസ്തർ രാജാവിന് സന്നിധിയിലേക്ക് ചെല്ലാൻ പറ്റില്ല, ജീവനെ ഭയന്നിട്ടാണ്. എന്നാൽ ഇവിടെ മൊർദെഖായി പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ഈ സമയത്ത് റിസ്ക് എടുത്തേ പറ്റുള്ളൂ. ദൈവം നിൻ്റെ കാര്യം നോക്കിക്കോളൂ. യഹൂദ ജനത്തെ രക്ഷിക്കാൻ വേറെ ഒരു മാർഗവുമില്ല. മൊർദെഖായി, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് രാജാവിൻ്റെ സന്നിധി ചെല്ലാൻ പറ്റില്ല, പക്ഷെ നിനക്ക് ചെല്ലാം. എൻ്റെ പ്രിയപ്പെട്ട ഒരു ഒത്തിരി ആത്മീയ സത്യങ്ങൾ ഇതിനകത്തുണ്ട്. ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ ആർക്കെങ്കിലും ഭാഗ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അവരിൽ കൂടെ ദൈവം വൻകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ കാര്യം തന്നെ ഓർക്കുകയാണ്. എനിക്ക് ദൈവം ഒരു മാനസാന്തരം തന്നു. മാനസാന്തരം ലഭിക്കാത്ത എൻ്റെ വീട്ടിൽ തന്നെ 4 പേരുണ്ട്. അവരിതിനെ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നവരാണ്. ഞാനൊന്നും പറയാറുമില്ല. നേരത്തെ ഇവരോടൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അവർക്കൊന്നും സ്വീകാര്യമല്ല. ദൈവം എനിക്ക് വ്യക്തമായൊരു ഉറപ്പ് തന്ന ഒരു കാര്യമാണ്, മകനെ, നിന്നെ ഞാൻ വിളിച്ചത് നിൻ്റെ യോഗ്യത നോക്കിയിട്ടല്ല, അതെനിക്ക് നന്നായിട്ട് അറിയാം. ആഴക്കുഴിയിൽ നിന്ന് ഞാൻ നിന്നെ പൊക്കിയെടുത്തത്, നിന്നെ സ്നേഹം കൊണ്ട് ഞാൻ നിറച്ചത്, എനിക്ക് നിന്നിൽ ചവിട്ടി എന്നുകൊണ്ട് വൻ കാര്യം പ്രവർത്തിക്കാനുണ്ട്. നിൻ്റെ സഹോദരങ്ങളുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ വേറെ ആർക്കും സാധ്യമല്ല. നിൻ്റെ അപ്പനോ അമ്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആർക്കും സാധ്യമല്ല. നിൻ്റെ പ്രാർത്ഥനയെ ഞാൻ മാനിക്കുന്നു. നീ വിശുദ്ധനായി നിന്നുകൊണ്ട് എൻ്റെ ആത്മാവിന് കീഴ്പ്പെട്ട് വിധേയപ്പെട്ടുകൊണ്ട് നീ എൻ്റെ ശബ്ദം കേട്ട് എൻ്റെ ആലോചന നീ മനസ്സിലാക്കി നീ ചെയ്യുമെങ്കിൽ അനേക ആത്മാക്കളെ വീണ്ടെടുക്കാൻ എനിക്ക് കഴിയും. നിന്നിൽ ചവിട്ടി എന്നുകൊണ്ട് വൻ കാര്യം പ്രവർത്തിക്കാൻ എനിക്ക് കഴിയും. ഇതെന്നെ വളരെയേറെ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. ഒരു രക്ഷ എന്നതിനേക്കാൾ ഉപരി ദൈവത്തിന് എന്നിൽക്കുറിച്ച് വൻ കാര്യം പ്രവർത്തിക്കാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതെന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. നിൻ്റെ നിൽപ്പ്, നിനക്കൊരു സമർപ്പണം തന്ന ഒരു ദൈവമുണ്ട്, നിന്നെ വീണ്ടെടുത്തൊരു ദൈവമുണ്ട്, അസാധ്യമായ ആഴക്കുഴിയിൽ നിന്ന് പൊക്കിയെടുത്തൊരു ദൈവമുണ്ട്, നിന്നെ മാനിച്ചൊരു ദൈവമുണ്ട്, സ്നേഹിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവം വെറുതെയൊന്നുമല്ല, നിന്നിൽ കൂടെ വൻകാര്യം ചെയ്ത് നിനക്ക് പ്രതിഫലം തരാൻ വേണ്ടിയാണ്. നെറ്റ് റിസൾട്ട് എനിക്ക് ആ ഭാഗ്യം ലഭിക്കുന്നു, എന്നെ ദൈവം മാനിക്കുന്നു. ഇവിടെ എസ്തറിന് മാത്രം കഴിയുന്ന ഒരു കാര്യം, രാജാവിനെ സ്വാധീനിക്കാൻ ആർക്ക് കഴിയും? എസ്തറിന് മാത്രം. എന്നെക്കൊണ്ട് മാത്രം ചെയ്യിക്കാൻ പറ്റുന്ന വലിയ ജോലികൾ ദൈവത്തിനുണ്ട്. എന്താണെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അവസരം വരുമ്പോൾ ദൈവം അത് കാണിച്ചു തരികയും ചെയ്യും. ഒരിക്കലും എസ്തർ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ മൊർദെഖായി പറയുമെന്ന്. അവൾക്കറിയാം, കാര്യങ്ങളൊക്കെ അറിയാം, എങ്കിലും റിസ്ക് എടുക്കാൻ മനസ്സില്ല. പ്രിയപ്പെട്ടവരെ, ദൈവവേലയിലോ ദൈവത്തിൻ്റെ കാര്യപരിപാടിയിലോ റിസ്ക് ഇല്ലാത്ത ഒരു കാര്യവുമില്ല. റിസ്ക് തന്നെയാണ്. പരിസരത്തോട്ട് നോക്കിയാൽ നമുക്കത് തീരുമാനം എടുക്കാൻ പറ്റില്ല. ആഴമേറിയ സമർപ്പണം എടുക്കാൻ ആർക്ക് സാധിക്കും? നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വരുന്നത് കഷ്ടതകൾ, ഞെരുക്കങ്ങൾ, ഉപദ്രവങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, പല പല പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇതിനെ മാറിക്കൊണ്ടൊരു ദൈവസ്നേഹം ലഭിച്ചിട്ടുണ്ടോ? അത്രമാത്രം ഈ കഷ്ടതകൾ വന്നാലും ശരി, ഭാരം വന്നാലും ശരി, പ്രയാസങ്ങൾ വന്നാലും ശരി, അതിനെ അതിജീവിക്കാൻ എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് എത്ര പേർക്കുണ്ട്? ആ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അനേകർ തീരുമാനം എടുക്കാതെ ഇങ്ങനെ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണാവസ്ഥയിൽ കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ എസ്തർ അനുകൂലമല്ലെങ്കിൽ പോലും അവൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവിടെ പ്രാർത്ഥന കേട്ടൊരു ദൈവമുണ്ട്. ആ ദൈവം ഈ രാജാവിൻ്റെ മുമ്പിൽ ഇവളെ കൊണ്ടുപോവുകയാണ്. ഭയമുണ്ട്, ശരിയാണ്.
എങ്കിലും എൻ്റെ ജീവൻ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ എന്നാണ് പറയുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. രാജാവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നു. ഉടനെ രാജാവ് ചോദിക്കുന്നുണ്ട്, എസ്തേർ രാജ്ഞിയെ എന്ന് പറഞ്ഞ് വിളിച്ചു. ആ ചെങ്കോലങ്ങ് നീട്ടി ആ ചെങ്കോല ചെന്ന് തൊട്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവം, അസാധ്യമായ കാര്യത്തിൻ്റെ വെട്ടിക്കളയുന്ന ഒരു ദൈവം, മനുഷ്യനെ മനസ്സിലാകാത്ത കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്ന ദൈവം, തൻ്റെ ജനത്തിന് വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിപ്പിച്ചു. നമുക്കറിയാം, ഒരു കഴുതയുടെ വാ തുറന്ന് സംസാരിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം. കഴുത സംസാരിക്കുമോ? കഴുതയെക്കൊണ്ട് സംസാരിപ്പിച്ച് പ്രവാചകൻ്റെ ബുദ്ധിഭ്രമം തടുത്തൊരു ദൈവമുണ്ട്. കോഴി കൂവി പത്രോസിന് മാനസാന്തരം കൊടുത്തൊരു ദൈവമുണ്ട്. അത്ഭുതങ്ങളുടെ ദൈവം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിൻ്റെ ദാസന്മാരും ദാസിമാരുമാണ് നാം ഓരോരുത്തരും. ദൈവ വിളി കേട്ടവരാണ്. ദൈവത്തിൻ്റെ ആശയം എന്തെന്ന് നമുക്ക് മനസ്സിലാക്കി കിട്ടിയവരാണ്. ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് നമ്മൾ മനസ്സിലായവരാണ്. ദൈവം എന്നെ എന്തിനാണ് വിളിച്ചത്? എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിന് 7-ാമത്തെ വാക്യത്തിലുണ്ട്, നാം അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരമായി തീരേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ അവനിൽ തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, ആ റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ദൈവസന്നിധിയിൽ വിശുദ്ധനും നിഷ്കളങ്കനുമായി നിൽക്കാൻ ദൈവം ഈ ഭൂമിയിലെ ജീവിതത്തിൽ എന്നെ വിളിച്ചിട്ട് ആ ലക്ഷ്യം, ആ വിളി നാം സ്വയമേ ഏറ്റെടുത്തോ? റിസ്ക് ഉണ്ട്. നമുക്കറിയാം, അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൽ ആറ്റുനൂറ്റ് കിട്ടിയതാണ് ഇസ്ഹാക്ക്. ഒരു ദിവസം ഇസ്ഹാക്കിന് ദൈവം അബ്രഹാമിനോട് പറയാണ്, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ മോറിയ മലയിൽ കൊണ്ടുപോയിട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ കൊണ്ടുപോയി യാഗം അർപ്പിക്കണം. പെട്ടെന്നൊരു കാര്യം പറയുക, ആലോചിച്ച് നോക്കി. ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്, ഞാനാണെങ്കിൽ എങ്ങനെയായിരിക്കും എൻ്റെ റെസ്പോൺസ്? അത്രമാത്രം എനിക്ക് ഇസ്ഹാക്കിനേക്കാൾ അധികം ദൈവത്തെ സ്നേഹമുണ്ടോ? ഇസ്ഹാക്കിനെ കിട്ടുന്നതിന് മുമ്പും എന്നെ സ്നേഹിച്ചൊരു ദൈവം, ഞാൻ സ്നേഹിച്ചൊരു ദൈവം, അത് കഴിഞ്ഞാൽ എനിക്ക് ഇസ്ഹാക്കിനെ കിട്ടിയത്. അപ്പോൾ എൻ്റെ സ്നേഹം ഇസ്ഹാക്കിനോടാണോ ദൈവത്തോടാണോ? ദൈവം പരീക്ഷിച്ച് നോക്കിയതാണ്. ഈ പരീക്ഷകളൊക്കെ നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളെ മുറുകെ പറ്റുന്ന പല കാര്യത്തിനോടും വിട്ടുപിരിയണമെന്ന് എത്രയോ കാലങ്ങളായി ദൈവത്തിൻ്റെ ആത്മ നമ്മളെ ഹേമിച്ചിട്ടും നമുക്ക് എന്തുണ്ട്? വിട്ടുപിരിയാൻ പറ്റുന്നുണ്ടോ? നമ്മൾ പല ന്യായങ്ങളൊക്കെ പറയും. ദൈവസന്നിധി ന്യായങ്ങൾ വില പോകില്ല. അബ്രഹാം ഒന്നും മിണ്ടിയില്ല. അബ്രഹാം ഭാര്യയോട് പോലും യാത്ര പറയാൻ പിറ്റേ ദിവസം കൊച്ചിനെ കൊണ്ട് പോവുകയാണ് യാഗർപ്പിക്കാൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ കത്തിയെടുത്ത് ഓങ്ങുന്ന വരെ ദൈവം ക്ഷമയോടെ നോക്കി നിന്ന്. കുത്തുമെന്നറിഞ്ഞപ്പോൾ ദൈവം തടഞ്ഞു. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ? റിസ്ക് ഇല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. എല്ലാം വിട്ടുപിരിയാത്തവർക്ക് യേശുവിൻ്റെ പിന്നാലെ പോകാൻ പറ്റുകയില്ല. ഏലിയാവിൻ്റെ ജീവിതം നോക്കിയാൽ തന്നെ നമുക്കറിയാം. കർമ്മേൽ മടയുടെ മുമ്പിൽ ഏകനായി നിന്നുകൊണ്ട് ഈ 450 ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ വെല്ലുവിളിച്ചിട്ട് നിൽക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട് അവിടെ. എത്ര സുന്ദരമായ ഒരു പ്രാർത്ഥന നടത്തി തീർക്കാൻ വേണ്ടി. ഇസ്രായേൽ ഒരു ദൈവമുണ്ടെന്നും ആ ഇസ്രായേലിലെ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ഞാൻ നിൻ്റെ ദാസനാണെന്നും നിൻ്റെ ഹിതപ്രകാരമാണ് ഇതൊക്കെയും ചെയ്യുന്നതെന്ന് ഈ ജനം തിരിച്ചറിയേണ്ടതിന് ദൈവമേ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കണമേ. തീ ഇറങ്ങിയില്ലേ എന്താ സംഭവിക്കാൻ പോണത്? ഈ പ്രവാചകന്മാരും ജനക്കൂട്ടവും എല്ലാം കൂടെ ഏലിയാവിനെ തല്ലിക്കൊല്ലൂല്ലേ? റിസ്ക് എന്ന് പറഞ്ഞാൽ അവിടെയാണ്. ഞാൻ ആരാധിക്കുന്ന ദൈവം, എന്നെ വിളിച്ച് വേർതിരിച്ച ദൈവം, ഞാൻ സ്നേഹിക്കുന്ന ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം, എന്നെ കരുതുന്ന ദൈവം സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കുക. തീപ്പെട്ടി ഉരച്ച് തീ എത്തിക്കുന്നതിന് പകരം സ്വർഗത്തിലെ തീ കൊണ്ട് ഇറക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണോ? അത് ദൈവത്തിൻ്റെ കാര്യമാണ്. നിനക്ക് നിൽക്കാൻ പറ്റുമോ ഏകനായിട്ട്? ഏകനായി എൻ്റെ വചനത്തെ നോക്കിക്കൊണ്ട്, ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട്, എൻ്റെ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടുകൊണ്ട് പറയുന്നതൊക്കെ അക്ഷരപ്രകാരം അനുസരിച്ചാൽ ഞാൻ നിന്നെ മാനിക്കും. നിന്നെക്കൊണ്ട് വൻകാര്യം പ്രവർത്തിക്കാൻ കഴിയും. ഏലിയാവ് തീയിറക്കിയില്ലേ? ആ ഏലിയാവിനെ പോലെ സമർപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? നമ്മൾ വലിയ കാര്യങ്ങളൊക്കെ പറയും, വലിയ പ്രസംഗങ്ങളൊക്കെ പ്രസംഗിക്കും, വൻ കാര്യമൊക്കെ നമ്മൾ ചെയ്തു എന്നൊക്കെ പറയും. പക്ഷെ സമർപ്പണമുണ്ടോ? ഇതാണ് വിഷയം. ദൈവത്തിൻ്റെ ആത്മാവില്ലേനും പ്രസംഗിക്കാം,
ദൈവത്തിൻ്റെ ആത്മാവില്ലേന്ന് സൂക്ഷ ചെയ്യുക. ഒരു മനുഷ്യരും അറിയത്തുമില്ല. പക്ഷേ ആത്മീയന് മനസ്സിലാവും. കൊരിന്ത്യർക്ക് ലേഖനത്തിലുണ്ട്, ആത്മീയനോ സകലത്തെയും വിവേചിക്കുന്നു. ദൈവാത്മാവുള്ളവർക്കെല്ലാം അറിയാം, അല്ലാത്തവർക്കൊന്നും അറിയത്തില്ല. എല്ലാം ഒരുപോലെ തന്നെ. എല്ലാവരും പറയുന്നുണ്ട് ദൈവത്തിനല്ലേ പ്രസംഗിക്കുന്നത്, ആര് പ്രസംഗിച്ചാലും ദൈവത്തിൻ്റെ വചനമല്ലേ എന്ന്. തെറ്റാണ് പറയരേ. ആത്മാവിൻ്റെ വചനമുണ്ട്, ആത്മാവില്ലാത്ത വചനമുണ്ട്. പരിശുദ്ധാത്മാവ് പ്രസംഗിക്കുന്ന പ്രസംഗമുണ്ട്, പരിശുദ്ധാത്മാവ് ഇല്ലാത്ത പ്രസംഗമുണ്ട്. അതുകൊണ്ട് എല്ലാം ഒന്നാണെന്ന് ഒരിക്കലും പറയല്ലേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ പ്രേരിതരായിട്ടാണോ ആ പ്രസംഗം നടക്കുന്നത്? അതിനകത്ത് ആത്മാവ് വ്യാപരിക്കുന്നുണ്ടോ? അതിനകത്ത് ദൈവത്തിൻ്റെ ഹിതം നടക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആലോചന അതിനകത്തുണ്ടോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഏലിയാവ് ജീവിതം ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് വേർതിരിച്ചു. വേറെ ലാക്കോ ലക്ഷ്യമൊന്നുമില്ല. മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ, കുഴപ്പമില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പൗലോസ് അപ്പോസ്തലന്റെ ലേഖനത്തിൽ 20-ാം അധ്യായത്തിൽ ഒരു വളരെ മനോഹരമായ ഒരു വാക്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20:23. ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് സംഭവിക്കാതിരിക്കുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് പ്രാണനെ കുറച്ച് നാളിലൂടെ ജീവിക്കണമെന്നൊന്നും എനിക്ക് ആഗ്രഹമില്ല. കാരണം ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയുന്ന കർത്താവായ യേശുക്രിസ്തു എന്ന സുവിശേഷം തയ്ക്കണമെന്നേ ഉള്ളൂ. എൻ്റെ കടപ്പാട് ദൈവത്തോടാണ്, എൻ്റെ കടപ്പാട് യേശുവിനോടാണ്. തകർന്നു പോകേണ്ട ജീവിതത്തിൽ നിന്ന് പൊക്കിയെടുത്തൊരു ദൈവമുണ്ട്. സുബോധമില്ലാതെ പ്രാന്തനെപ്പോലെ കൊല്ലാൻ ഓടി നടന്നെങ്കിൽ എനിക്ക് എൻ്റെ ഗതി മാറ്റിയ ഒരു ദൈവമുണ്ട്. എന്നെ വഴിവെച്ച് തടഞ്ഞു നിർത്തിയ ഒരു ദൈവമുണ്ട്. എന്നെ നേർപാതയിൽ നടത്തുന്ന ഒരു ദൈവമുണ്ട്. പരിശുദ്ധാത്മാവിനെ പകർന്നു തന്ന നീൻ്റെ അവകാശം തന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് വേണ്ടി എല്ലാം വിട്ടുവരെ എനിക്ക് മനസ്സാണ്. അപ്പോൾ സ്വന്തം വ്യക്തമായിട്ട് പറയും, നീ ജീവിക്കാൻ ഞാനല്ലെന്ന് പറയണത്. അത്രമാത്രം സ്വയത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്തൊരു മനുഷ്യൻ. അപ്പോസ്തലൻ പറയുന്നു, എൻ്റെ പ്രാണനെ ഞാൻ വിലയേറായിട്ട് എണ്ണുന്നില്ലെന്ന്. എൻ്റെ പ്രിയരെ, അപ്പോസ്തലനുള്ള ഒരു തീരുമാനമാണോ അത്? ഓരോ ദൈവവേദലെടുക്കേണ്ട തീരുമാനമാണ് ഈ റിസ്ക് എടുത്തുള്ള തീരുമാനം. ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകണമെങ്കിൽ, ഒരു കൂട്ടായ്മയിൽ കൂടെ ദൈവത്തിൻ്റെ വേല നടക്കണമെങ്കിൽ ഇങ്ങനെ റിസ്ക് എടുത്ത് തീരുമാനം എടുത്ത വിശുദ്ധന്മാരുണ്ടായേ പറ്റുള്ളൂ. പരിശുദ്ധാത്മ നിറവിലുണ്ടെങ്കിൽ മാത്രമേ ഒരു കൂട്ടായ്മയ്ക്ക് മുന്നോട്ടുള്ള എന്തെങ്കിലും ഒരു ഗതിയുള്ളൂ. നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം, എൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വിടിച്ചിറങ്ങുന്നുണ്ടോ? എന്നെ സ്വർഗം ഏറ്റെടുത്തോ? ഞാൻ സ്വർഗത്തിൻ്റെ വകയായി തീർന്നോ? സ്വർഗം എന്നെ സ്വർഗത്തിൻ്റെതായിട്ട് മുദ്ര വെച്ച് വേർതിരിച്ചോ? ഞാൻ സ്വർഗത്തിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം നോക്കുന്നവനാണോ? പാപത്തോട് എനിക്ക് അല്പമെങ്കിലും ചായ്വുണ്ടോ? പാപത്തോട് എനിക്ക് അറപ്പും വെറുപ്പുമാണോ? ഈ ലോകത്തിൻ്റെ പലതും കാണുമെങ്കിലും അതൊന്നും കാണാൻ എനിക്ക് കണ്ണില്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കടുത്ത റിസ്ക് എടുത്ത തീരുമാനം എടുത്തില്ലെങ്കിൽ നമ്മൾ ഡൈല്യൂട്ടഡ് ആയി പോകും, നമ്മൾ പിന്മാറിപ്പോകും, നമ്മൾ അറിയത്തേ ഇല്ല. നമുക്ക് പിന്മാറ്റം വരും, നമ്മൾ പോലും അറിയത്തില്ല. അഗാധ കൂപത്തിൽ ചാടുമ്പോഴേ അറിയുള്ളൂ. അല്ലെ പ്രകടമായൊരു പാപത്തിൽ ചെന്ന് വീഴുമ്പോഴേ നമ്മൾ അറിയത്തുള്ളൂ, പാപത്തിലാണല്ലോ, കൃപ മാറിപ്പോയല്ലോ എന്ന്. അല്ല പ്രിയരെ, മുന്നോട്ടല്ലെങ്കിൽ ഗതി പുറകോട്ട് തന്നെയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, എസ്തർ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവൾക്ക് യൗവനപ്രായത്തിൽ അവൾക്ക് എന്തെല്ലാം പദവി കിട്ടിയെങ്കിലും അവൾ ഒരു കാര്യം തീരുമാനമെടുത്തു, ഞാൻ മരിക്കട്ടെ, എനിക്കിനി ഭാവിയിലേക്ക് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ദൈവത്തിൻ്റെ ആലോചന എന്നിൽ കൂടെ കണ്ട് നടക്കണം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്നു. BC 460 കാര്യമൊക്കെയാണ് പറഞ്ഞത്. കാലങ്ങൾ എത്ര പോയാലും ദൈവം മാറ്റമില്ല. അവൻ സാധാ മനുഷ്യനെ പോലെയൊന്നും അല്ല. ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് ഒരു മാറ്റവുമില്ല. പരിശുദ്ധാത്മാവിന് യാതൊരു മാറ്റവുമില്ല. അന്നത്തെയും ഇന്നത്തെയും ജനത്തെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അന്നും ഇന്നും ദൈവം അനന്യൻ തന്നെ, മാറ്റമില്ലാത്ത ദൈവം, ആരുമായിട്ടും കമ്പയർ ചെയ്യാൻ വയ്യാത്തൊരു ദൈവം. അവൻ ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ്, അവൻ തെറ്റ് എന്ന് പറഞ്ഞാൽ തെറ്റ്, പാപം എന്ന് പറഞ്ഞാൽ പാപം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അതനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ കൃപ കിട്ടുകയുള്ളൂ. അവരെ മാത്രമേ ദൈവം മാനിക്കുകയുള്ളൂ. അവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പദവികൾ ലഭിക്കുകയുള്ളൂ. അവരുടെ കുടുംബത്തിനാണ് ദൈവം ദൈവത്തെ സംരക്ഷണം കൊടുക്കുന്നത്. അവരെയാണ് ദൈവം മാനിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണമേ, നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം എവിടെ കിടക്കുന്നു? നമ്മുടെ ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ നാം മുന്നോട്ട് പോകുന്നത്? ഒരു സമർപ്പണം എടുക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കുമോ? മാറ്റമില്ലാത്തൊരു സമർപ്പണം, സ്വന്തം ജീവനെ ത്രിവിൽ ഗണിച്ചുകൊണ്ട്
എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ജീവൻ തന്നു, സ്വന്തം ജീവരക്തം അവിടെ ഊറ്റി തന്നു. അവന് 33 വയസ്സിൽ വെച്ച് ജീവിതം നിർത്തി എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി. അവന് ജീവിക്കാമായിരുന്നു, രാജാവാകാമായിരുന്നു, അത്ഭുതം കാണിക്കാമായിരുന്നു, ജനത്തിൻ്റെ പ്രശംസ കിട്ടാമായിരുന്നു. പക്ഷെ അവൻ വന്നത് എനിക്കും നിങ്ങളുടെയും പാപത്തിന് പരിഹാരം വരുത്താൻ മരിക്കാനാണ് വന്നത്. എനിക്കെന്തുണ്ട്? ഞാൻ എന്ത് ചെയ്യണം? അവന് വേണ്ടി ജീവിതം മാറ്റിവെക്കണം. അവന് വേണ്ടി ജീവിതം എന്നേക്കുമായി മാറ്റിവെച്ചുകൊണ്ട്, ഇതാ ഞാൻ നിൻ്റെ അടിമ, നിൻ്റെ ഹിതം പോലെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് സമർപ്പെടുക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? ദൈവം നിങ്ങളെ നോക്കി സന്തോഷിക്കും, നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷിക്കും. ഈ വിശ്വസിക്കുക എന്ന് പറഞ്ഞൊരു വാക്കിന് വളരെ ദൂരവ്യാപകമായ അർത്ഥങ്ങളുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം പ്രിയരെ. ഒരു വിശ്വാസം പോരാ, ആഴമേറിയ സമർപ്പണം അതിൻ്റെ പിന്നിലുണ്ട്. അതിൻ്റെ കഷ്ടതകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, തോരാ കണ്ണുനീരുണ്ട്. സ്തോത്രം. ദൈവം ചിലപ്പോൾ മൗനമായിട്ട് ഇരുന്നെന്നിരിക്കും, ദൈവമൊന്നും മിണ്ടിയില്ലെന്നിരിക്കും. എങ്കിലും അവനെ വിശ്വസിച്ചുകൊണ്ട് അവൻ എന്നെ ഒരു നാളും തള്ളിക്കളയുന്ന ബോധത്തോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു മനോഹരമായ ജീവിതമുണ്ട്. എസ്തേറിൻ്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും ഒരു പാഠമാകട്ടെ. ദൈവനാമം മഹത്വപ്പെടുവാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം.